പറയുന്നത് കേൾക്കുന്നുണ്ട്. എന്റർടൈനിങ് ആണോ എന്നില്ല. ഇതാണ് എൻ്റെ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ഫ്ലോഡി. ഇറ്റ്സ് മീ അഖില. അപ്പം ഇന്ന് ഞാൻ എന്തിനാ വന്നതെന്ന് അറിയണ്ടേ? ഐ വിൽ ഷോ യു വാട്ട്സ് ഇൻ മൈ കോളേജ് ബാഗ്. കോളേജ് ബാഗ് അമ്മേ, ദിസ് ഇസ് മൈ കോളേജ് ബാഗ്. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്താ പഠിക്കുന്നതെന്ന്. സോ ഞാൻ പഠിക്കുന്നത് ഫാഷൻ ഡിസൈനിങ് ആണ്. സോ ഫാഷൻ ഡിസൈനിങ് കോളേജ് ബാഗിലുള്ള സാധനങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. കുറേ സാധനമുണ്ട്, പക്ഷേ നമുക്ക് എല്ലാ സ്കൂളിലെല്ലാം ടൈം ടേബിൾ ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ അതിനനുസരിച്ച് കൊണ്ടുപോയാൽ മതി. പക്ഷേ ടോട്ടലി എന്തൊക്കെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഫസ്റ്റ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. ഇങ്ങനെ നോക്കുമ്പം ബാഗിൽ ഫസ്റ്റ് തന്നെ ഈ റിങ് ആയിട്ടുള്ള ഇത് കാണുന്നുണ്ടാവും. എൻ്റെ ഒരു റെക്കോർഡാണ്. ഇങ്ങനത്തെ 3 റെക്കോർഡുണ്ട്. ആക്ച്വലി ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഇരുന്നിട്ടൊക്കെ വീഡിയോ എടുക്കുന്നത്. സോ എടുക്കുന്നതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ല. ഇതിൽ പറയുന്നത് കേൾക്കുന്നുണ്ടോയെന്നും എനിക്കറിയില്ല. ഫൈനലി ഇത് കാണുമ്പോൾ കൊളമായിട്ടല്ലെങ്കിൽ അറിയില്ല, ബട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നു. ഓക്കെ, മുടി അയച്ചിട്ട് ഷാളൊക്കെ കുത്തിയിട്ട് നല്ല കോമഡി ആയിട്ടുണ്ടാവും. ചൂടെടുക്കുന്നു, നമുക്ക് മുടി കെട്ടി വെച്ചിട്ട് വീഡിയോ എടുക്കാം. ഓക്കെ, ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ഇരുന്നൊരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഐ എം സോ എക്സൈറ്റഡ്. കാരണം ഇങ്ങനെ ഇരുന്നൊക്കെ വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ, എൻ്റർടൈനിങ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു ഫാഷൻ ഡിസൈനർ സ്റ്റുഡൻറ്റിൻ്റെ ബാഗിലുള്ള സാധനം വീഡിയോസ് ആരെയും ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ബട്ടും പക്ഷിയും ഒരുമിച്ച് വന്നിട്ട് പട്ടേന്നായിപ്പോയി. ബട്ട് എന്താ വാട്ട്സ് ഇൻ മൈ ബാഗ് കുറേ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്യണമെന്ന്. പക്ഷേ എൻ്റെ കോളേജ് ബാഗിൽ കുറേ ഇങ്ങനത്തെ സാധനമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇത് പറയാൻ പറഞ്ഞു, ഇതല്ല എൻ്റെ കോളേജ് ബാഗ്. പക്ഷേ എൻ്റെ കോളേജിലേക്ക് വേണ്ട സാധനങ്ങൾ ഇത്രയും വലുതായതുകൊണ്ട് ഇതാക്കി ഞാൻ എൻ്റെ കോളേജ് ബാഗ്. ഞാൻ എൻ്റെ കോളേജ് ബാഗ് കാണിച്ചു തരാം. ഓക്കെ, ദിസ് ഈസ് മൈ ആക്ച്വൽ കോളേജ് ബാഗ്. ഇതിൽ കുറേ സ്പേസ് ഉണ്ട്. ഓൾസോ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, ഇതിൻ്റെ ഉള്ളിലും ഉണ്ട്. സോ അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ ബാഗ് വാങ്ങിയത്. ബട്ട് ഇത്രയും വലിയ ബുക്ക് ഇതിൽ കയറില്ല. സോ ഈ റെക്കോർഡൊന്നും എടുക്കാനില്ലാത്ത ദിവസം ഞാൻ ഇതെടുക്കും, അല്ലാത്ത ദിവസം എൻ്റെ ഈ ബാഗ് എടുക്കും. ഈ ബാഗ് ആക്ച്വലി ഈ ബാഗ് ഉണ്ടല്ലോ ഭയങ്കര അടിപൊളിയാണ്. കാരണം ആകെ ഇങ്ങനെ ഒരു സ്പേസേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു സിബിളൊരു സ്പേസ് ഉണ്ട്, കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ സ്പേസ് അല്ലാണ്ട് ഇതിലൊന്നുമില്ല. ബട്ട് എത്ര സാധനം വേണമെങ്കിലും ഈ ബാഗിൽ കൊള്ളും. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞ് വീഡിയോ എത്രത്തോളം വലുതാവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നമുക്ക് പറയാം, എല്ലാം പറയാം. സോ ഫസ്റ്റ് ഞാൻ ഇതെടുത്ത സ്ഥിതിക്ക് ഇതിനെക്കുറിച്ച് പറയാം. ഇതാണ് എൻ്റെ കോളേജിലുള്ള റെക്കോർഡ്. ഇതിലെന്താ ഉള്ളതെന്ന് വെച്ചാൽ ഇതെൻ്റെ ഡ്രോയിങ് ബുക്കാണ്, കോളേജിലത്തെ ഡ്രോയിങ് റെക്കോർഡ് ബുക്ക്. ഓക്കെ, ആണെന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതൊക്കെയാണ് എൻ്റെ കോളേജിലുള്ള ഡ്രോയിങ് ബുക്കിൻ്റെ അകത്തുള്ളത്. പിന്നെ ഇപ്പം ക്രിസ്മസിൻ്റെ ലീവിലാണ് ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ക്രിസ്മസ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഷൂ വരച്ച് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഷൂസ് ഒന്നാണ് വരച്ചിട്ടുള്ളത്, ഇനിയും 6 എണ്ണം നമ്മൾ വേറെ 6 എണ്ണം വരക്കണം. അപ്പോൾ ഇതെൻ്റെ ഡ്രോയിങ് ബുക്ക്. ഒരു ഫയലുണ്ട്. ദിസ് ഇസ് മൈ ഫയൽ. ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് ഞാൻ ആക്ച്വലി ഇത് ചെയ്യാൻ. പക്ഷേ ഫൈനൽ നന്നാവുമെന്നൊരു ടെൻഷനുണ്ട്. ഇതിൻ്റെ അകത്തുള്ളത് ഇതാണ്. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇല്ലല്ലേ, കാണിച്ച എക്സാമ്പിളിൽ ഒന്നെടുത്ത് കാണിച്ചാൽ ഇത് നമ്മൾ പാറ്റേൺ എന്ന് പറയും. പാറ്റേൺ കട്ട് ചെയ്ത് വെച്ചതാണ്. സോ ഈ ഫയൽ നിറച്ചും എൻ്റെ കുറേ പാറ്റേൺ ഉണ്ട്. പിന്നെ ആക്ച്വലി നമുക്ക് അവിടെ ഒരു ഷെൽഫുണ്ട് ഇൻഡിവിജ്വലി. അപ്പം എന്താ ഇതെല്ലാം വീട്ടിൽ കൊണ്ടുവരിക, തിരിച്ചു കൊണ്ടുപോകുക, അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ വെക്കാം. പക്ഷെ നമുക്ക് കുറേ വർക്ക് ഉണ്ടാകുമ്പോൾ വർക്കുള്ളത് ഏതാണോ അത് കൊണ്ടുവരണം, തിരിച്ചു കൊണ്ടുപോകണം, കൊണ്ടുവരണം, തിരിച്ചു കൊണ്ടുപോകണം, അങ്ങനെ. ഇനി അടുത്തത് ടെക്സ്റ്റ് ബുക്ക്. ഇത് ഏത് സബ്ജക്റ്റ്? ഇത് ബേസിക് പാറ്റേൺ മേക്കിൻ്റെ ടെക്സ്റ്റ് ബുക്ക്. ഇനി ഇത് ഫ്രഞ്ച് കർവ്, ഇത് വലിയൊരു സ്കെയില്. പിന്നെ ഇത് കൂടാണ്ട് നമുക്ക് മരത്തിൻ്റെയും വേണം. പിന്നെ ഇതാണ് ഞാൻ യൂഷ്വലി യൂസ് ചെയ്യാറ്. പിന്നെ എൻ്റെ ഫ്രണ്ട് എനിക്ക് ഉണ്ടാക്കി തന്ന 2 പൗച്ചുണ്ട്. എൻ്റെ കൂടെ ഇപ്പോൾ പഠിക്കുന്ന വിസ്മയ, വിച്ചു എന്ന് ഞാൻ എൻ്റെ ചില വീഡിയോയിൽ വിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അവളുണ്ടാക്കി തന്ന 2 പൗച്ചാണിത്. വീഡിയോയിൽ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവൾ നന്നായിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ നന്നായിട്ടില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായല്ലോ. ഇത് 2 എണ്ണം അവൾ ഉണ്ടാക്കി തന്നല്ല, 1 അവൾ ഉണ്ടാക്കി ശരിയായില്ല എന്ന് പറഞ്ഞാൽ ഓളോ 1 ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു എനിക്ക് 2 തന്നെ. സോ ഞാൻ 2 എനിക്കെടുത്തു. ഇതിൽ ഒന്നിൻ്റെ അകത്ത് എന്താ ഉള്ളതെന്ന് വെച്ചാൽ പെൻസില്, പിന്നെ ആർട്ട് ലൈൻ, ഇങ്ങനൊരു സ്കെച്ച്, പിന്നെ CD മാർക്കർ, പിന്നെ ആസ് യൂഷ്വൽ ഇറൈസർ, ഷാർപ്നർ, പിന്നെ ടാപ്പ്, പിന്നെ ചോക്ക് ഞാൻ ഇതിലിട്ടതാട്ടോ. അത്രേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ആക്ച്വലി ഇതല്ല കേട്ടോ, സിസറില്ലേ ചെറിയ അത്, വേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പം ലീവായതുകൊണ്ട് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ കിട്ടിയതൊക്കെ ഇതിൽ തിരിച്ചിട്ട് വീഡിയോ എടുത്തു. ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഡ്രോയിങ്ങിന് ആവശ്യമുള്ളതാണ്. അപ്പോൾ നമുക്ക് ഡ്രോയിങ് ഒരു സബ്ജക്റ്റാണ്. FI എന്ന് പറയും, ഫാഷൻ ഇല്ലുസ്ട്രേഷൻ. അപ്പോൾ അതൊരു സബ്ജക്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് കണ്ടോ, ഇത്രയും പെൻസിൽ നമ്മൾ ആക്ച്വലി യൂസ് ചെയ്യണം. ഏതാ 2B അല്ല, HB, 2B, 4B, 8B എല്ലാം. അപ്പോൾ നമുക്ക് ഞാൻ ആക്ച്വലി ഇതിൽ ഒരെണ്ണം കൂടി മിസ്സിങ് ആണല്ലോ. നമ്മൾ ലെഡ് പെൻസിലില്ലേ അതും വേണം. അപ്പോൾ ലെഡ് പെൻസിൽ വെച്ച് വരച്ചതിന് ശേഷം നമുക്ക് ഡാർക്ക് ഷെയ്ഡിനനുസരിച്ച് ഇഷ്ടമുള്ള പെൻസിൽ യൂസ് ചെയ്യാം. പിന്നെ ഈ പൗച്ചിൽ എന്താണെന്നറിയോ, ഫുള്ള് ത്രെഡാണ്. ഇത് നമുക്ക് SOTക്ക് വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ മറ്റേ അതിൻ്റെ ടെക്സ്റ്റ് കാണിച്ചു തരാം, അപ്പോൾ നമുക്ക് മനസ്സിലാവും. നമുക്ക് ബാഗ് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചത് FI ഫാഷൻ ഇല്ലുസ്ട്രേഷൻ. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇത് അതേപോലെ തന്നെ ഒരു റെക്കോർഡുണ്ട്. ഇതാണ് SOT സർഫേസ് ഓർണമെൻറ്റേഷൻ ടെക്നിക്സ്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് നമ്മൾ ആ ത്രെഡ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അയ്യോ ഇതെങ്ങനെ ഫോൺ ഇത് കണ്ടോ, ഇതെൻ്റെ ഏതെങ്കിലും ഷോർട്ട് വീഡിയോസിലെല്ലാം കണ്ടിട്ടുണ്ടാവും. എംബ്രോയ്ഡറി ചെയ്യാനാണ് നമ്മൾ ആ ത്രെഡ് യൂസ് ചെയ്യുന്നത്. ഈ ബുക്കിൽ നിറച്ചും ഇങ്ങനത്തതാണ്. ഈ
ഈ ബുക്ക് നിറച്ചും ഇങ്ങനത്തതാണ്. ഞാൻ ആക്ച്വലി ഞാനിനി ഇത് ജസ്റ്റ് ഇങ്ങനെ മറച്ചിട്ടിട്ട് വീഡിയോ കാണിച്ചു തരാം. അല്ലാണ്ട് ഇങ്ങനെ ഷോ ചെയ്യുന്നത് കുറച്ച് റിസ്ക് ആയിരിക്കും. അപ്പം ഇങ്ങനെ ഒരു ടെസ്റ്റും കൂടി നമുക്കുണ്ട്. റെക്കോർഡാണ്, ടെക്സ്റ്റ് അല്ല, സോറി. ഇങ്ങനെ ഒരു റെക്കോർഡും കൂടി ഉണ്ട്. അപ്പം അതിന് യൂസ് ചെയ്യുന്ന ത്രെഡുകൾ ഉണ്ടാവില്ലേ, ഇതല്ല, ഇത് നമ്മൾ ക്രോഷ്യ വർക്കിന് യൂസ് ചെയ്യുന്നതാണ്. മറ്റേ വീഡിയോസിലെല്ലാം കാണില്ലേ, ഈ സാധനം വെച്ചിങ്ങനെ, അതാണ്. അപ്പം അതിൻ്റെ ത്രെഡും ഇതാ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ത്രെഡും അതിൻ്റെ സൂചിയും ഇതിലുണ്ട്. പിന്നെ ഇതാ എംബ്രോയ്ഡറി ചെയ്യുന്ന ത്രെഡ്, പിന്നെ ഒരു ട്രിമ്മറ്, പിന്നെ ഇതിൽ കുറേ ത്രെഡ് ഉണ്ട്. പിന്നെ ഇത് ആര്യ വർക്ക് ചെയ്യുന്ന മറ്റേ നീഡിൽ, പിന്നെ ഇത് ഇങ്ങനെ കുറച്ച് സാധനമാണ് ഈ പൗച്ചിലുള്ളത്. തിരിച്ചിതുപോലെ വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ത്രെഡെല്ലാം കൂട്ടി കുടുങ്ങി അലങ്കോലമാകും. പിന്നെ ഞാൻ തന്നെ കഷ്ടപ്പെട്ട് എല്ലാം അഴിച്ചെടുക്കേണ്ടി വരും. സോ 2 പൗച്ച് കണ്ടു, 2 റെക്കോർഡ് കണ്ടു. ഇനി എന്താ കാണാനുള്ളത്? പിന്നെ നമുക്ക് ബേസിക് പാറ്റേണിൻ്റെ ടെക്സ്റ്റ്, പിന്നെ ടെക്സ്റ്റൈൽ സയൻസിൻ്റെ ടെക്സ്റ്റും നോട്ടും ഉണ്ട്. അത് കോളേജിൽ ലോക്കറിലുണ്ട്. അവിടെ നിന്ന് തന്നെ സബ്ജക്റ്റ് എടുക്കുമ്പോൾ എടുക്കും, നോട്ട് ചെയ്തു അങ്ങനെ. പിന്നെ നമുക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് ഉണ്ട്. അതിൻ്റെ ടെക്സ്റ്റും കോളേജിലുണ്ട്. പിന്നെ നമുക്കുള്ളത് ബേസിക് പാറ്റേണിൻ്റെ റെക്കോർഡാണ്. ആക്ച്വലി ബേസിക് പാറ്റേൺ ഒരു റഫ് റെക്കോർഡുണ്ട്. നേരത്തെ ഫയലിൻ്റെ അകത്ത് ബേസിക് പാറ്റേൺ കട്ട് ചെയ്തിട്ട് കാണിച്ചു തന്നില്ലേ, അതിൻ്റെ റഫ് റെക്കോർഡാണിത്. അതിൻ്റെ മെയിൻ റെക്കോർഡാണിത്. അപ്പം ഇതിൽ വരുന്നത് കുറേ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ റഫ് റെക്കോർഡിൽ കണ്ട അതേ സാധനം മെയിൻ റെക്കോർഡിലേക്ക് മാറ്റുന്നു. അതാണ് മെയിൻ റെക്കോർഡിൻ്റെ കൊണ്ടുള്ള കാര്യം. അപ്പം എല്ലാം കാണിച്ചോന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് അറിയില്ല. ബട്ട് ഓൾമോസ്റ്റ് ഞാൻ എല്ലാം കാണിച്ചു, പറഞ്ഞു. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള സാധനം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ സാധനം കാണിച്ചു. പക്ഷേ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട സാധനം ഉണ്ടായിരുന്നു. അത് കാണിക്കാൻ വിട്ടുപോയി. ഞാൻ ഓൾറെഡി വീഡിയോ പറയുന്നുണ്ട്, എല്ലാം കാണിച്ചെന്നാണ് തോന്നുന്നത്. എന്തെങ്കിലും വിട്ടുപോയെന്ന് അറിയില്ല എന്നൊക്കെ. അപ്പോൾ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഈ സാധനം കണ്ടു, ഫ്രെയിം. അപ്പോൾ നമ്മൾ എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഫ്രെയിം ആവശ്യമാണ്. ഫ്രെയിം പല സൈസിലൊക്കെ ഉണ്ട്. അത് നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് ഡിപ്പെൻസ് അപ്പോൺ. എല്ലാ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു സാധനമാണ് എംബ്രോയ്ഡറി ഫ്രെയിം. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. പിന്നെ ഞാൻ ഡ്രോയിങ് ചെയ്തതിൻ്റെ കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ച്. എനിക്ക് തോന്നുന്നു ഞാൻ എന്തെങ്കിലും ഷോ ചെയ്ത സമയത്ത് നിങ്ങൾ ഡ്രോയിങ്സ് ക്ലിയർ ആയിട്ട് കണ്ടിട്ടുണ്ടാവില്ല എന്ന്. അതുപോലെ തന്നെ എംബ്രോയ്ഡറി വർക്ക്സും കുറച്ച് കാണിച്ചു തരാം. അതും കണ്ടിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു.
സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഫാഷൻ ഡിസൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ്സ് ചെയ്യാം. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ വീഡിയോ ചെയ്യേണ്ടതാണെങ്കിൽ വീഡിയോ ചെയ്യാം, അല്ല കമൻസിലൂടെ റിപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മോർ വീഡിയോസിന് വേണ്ടിയിട്ട് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ കൂടി ഓൺ ആക്കി വെച്ചോ. ഓക്കെ, ബൈ.